അമൽ നീരദിന്റെ ഏറ്റവും പുതിയ ചിത്രമായ ബോഗൈൻവില്ലയിലെ സ്തുതി എന്ന ഗാനം സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൻ ഹിറ്റായി മാറിയിരിക്കുകയാണ്. ജ്യോതിർമയുടെ സ്ക്രീൻ പ്രസൻസും സുഷീൻ ശ്യാമിന്റെ സംഗീതവുമൊക്കെയായി പാട്ട് നിമിഷങ്ങൾക്കകം വൈറലായി. മീശമാധവന് ശേഷം മലയാളികളുടെ മനസ്സിലെ ജ്യോതിർമയിൽ നിന്നും വളരെ വ്യത്യസ്തമായ ലുക്കിലെത്തിയതോടെ താരത്തിന്റെ ലുക്കും കുഞ്ചാക്കോ ബോബന്റെ ഡാൻസുമെല്ലാം മലയാളികൾ ഇരു കൈയും നീട്ടി സ്വീകരിച്ചു. എന്നാൽ പാട്ടിനെക്കുറിച്ചുള്ള വിവാദങ്ങളും ചർച്ചകളുമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ സംസാര വിഷയം. ഗാനത്തിന്റെ ഉള്ളടക്കം ക്രിസ്ത്യാനികൾക്ക് അപമാനമാണെന്നും ഗാനത്തിന്റെ വരികളും ദൃശ്യങ്ങളും ക്രിസ്ത്യാനികളെ അപമാനിക്കുന്നതിന് തുല്യമാണെന്നുമായിരുന്നു ചിലർ ഉയർത്തിയ ആരോപണം. പിന്നാലെ ഗാനത്തിനെതിരെ പരാതിയുമായി സീറോ മലബാർ അൽമായ ഫോറം ഉൾപ്പെടെ രംഗത്ത് വന്നിരുന്നു. പാട്ടിനെക്കുറിച്ചുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ സജീവമാകവെ ഗാനത്തെയും പിന്നണിയെയും രൂക്ഷമായി വിമർശിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് ചാവറ കൾച്ചറൽ സെന്റർ ഡയറക്ടർ ഫാദർ റോയ് കണ്ണഞ്ചിറ. സമൂഹ മാധ്യമത്തിലെ ഒരു വീഡിയോയിലൂടെയാണ് ഫാദർ ഗാനത്തിനെതിരെയും അണിയറ പ്രവർത്തകർക്കെതിരെയും വിമർശനം ഉന്നയിച്ചത്. ക്രിസ്തുവിനെ അവഹേളിച്ച് പോക്കറ്റ് നിറയ്ക്കാമെന്ന് കരുതിയവരുടെ പോക്ക് അറ്റുപോവുകയായിരുന്നുവെന്നും ഈശോയും കേശു ഈ വീടിന്റെ നാഥനുമൊക്കെ ചെയ്തവർക്ക് പിന്നീട് സംഭവിച്ചത് എല്ലാവർക്കും അറിയാമെന്നും ഫാദർ പറയുന്നു. ഭൂലോകം സൃഷ്ടിച്ച കർത്താവിന് സ്തുതി തന്നെയാണ്. പക്ഷെ അത് പിശാചിന്റെ വേഷം ധരിച്ച് വിശുദ്ധ കുരിശിനെയും ക്രിസ്തീയ ആചാരാനുഷ്ഠാനങ്ങൾ നടത്തുന്ന ഇടത്തെ അവഹേളിച്ചുമാണ് നിങ്ങൾ ഡാൻസ് കളിക്കുന്നതെങ്കിൽ ആ ചുവട് പിഴച്ചു പോകുമെന്നും ഫാദർ പറയുന്നു. ക്രൈസ്തവ വിശ്വാസത്തെയും മൂല്യങ്ങളെയും ബിംബങ്ങളെയും അധിക്ഷേപിക്കാനുള്ള ശ്രമങ്ങൾ വീണ്ടും മലയാള സിനിമ നടത്തുന്നുവെന്നത് ഏറെ വേദനിപ്പിക്കുന്ന കാര്യമാണ്. കുഞ്ചാക്കോ ബോബനായാലും അമൽ നീരദായാലും ഫഹദ് ഫാസിലായാലും ക്രിസ്തുവിനെ അപമാനിച്ച് അരി വാങ്ങാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ വിശപ്പ് മാറില്ലെന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുകയാണ്. തിരിച്ചടിക്കില്ലെന്ന് ഉറപ്പുള്ള ഒരു സമൂഹത്തിന് മുഖത്തടിക്കുന്നതാണ് ഇത്തരം പ്രവൃത്തി. ഈശോ എന്ന സിനിമയും മറ്റൊരു ഉദാഹരണമാണ്. ആ പേര് വന്നപ്പോൾ ഞങ്ങൾ പ്രതികരിച്ചു. ആ പേര് ദുരുപയോഗം ചെയ്യരുതേ എന്നും പറഞ്ഞു. ബോഗൈൻവില്ലയിലും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ അവർ ചെയ്യുന്നതൊരു സമൂഹത്തിന്റെ വിശ്വാസത്തിന്റെ മേലുള്ള കടന്നാക്രമണമാണെന്നുമാണ് ഫാദർ റോയ് കണ്ണഞ്ചിറ പറയുന്നത്.